ഹായ് ഗൈസ്, വെൽക്കം ടു ഫിഗോ വ്ളോഗ്സ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷിങ്ങിന് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മളൂടെ വരാൻ പോകുന്ന ഇവന്മാർ രണ്ടുപേരാണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ നേരെ പോകും, മീൻ പിടിക്കും. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് വെക്കുക, എന്നാലേ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ സബ്ബൊക്കെ ചെയ്ത് വെക്കാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ടങ്കൂസ് ഇതാണ് ഗൈസ്, കാണാമെന്ന് അറിഞ്ഞൂടാ. ടങ്കൂസ് ഇതാണ്. പിന്നെ ചൂണ്ട അറ്റത്തുണ്ട്, ചെറിയ ചൂണ്ടയാണ് മേടിച്ചത്. ഇച്ചിരി പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് സാധനം മറ്റേ കമ്പടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടാൻ പോട് ഗൈസ്. ഗൈസ് ഇവിടെ മാവൊക്കെ കണക്ട് ചെയ്യാൻ പോട് ഗൈസ്. കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല, കണക്ട് ചെയ്തിട്ടുണ്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഇതിടാൻ പോവാണ്. മിക്കവാറും ഇവിടെ കുരുങ്ങി വീരുമെന്നൊന്നും അറിയത്തില്ല, നല്ല കാറ്റുണ്ട്. മിക്കവാറും കുരുങ്ങി വീരുമായിരിക്കും, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇട്ട് നോക്കാം. കേസ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്പോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ മീനൊന്നും ഇല്ല, ശശി ചെയ്യും നമ്മൾ. അപ്പം ഇങ്ങോട്ട് ഇടാൻ പോകണം. നോക്കുക അപ്പം അടുത്ത് കഴിഞ്ഞ് ഇവൻ്റെ ടയറാണ് കേട്ടോ. ഇവൻ ഞാനായിട്ടൊന്നും വന്നില്ല, അപ്പം ഇനി അവൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവിടെ വന്നിട്ട് വ്ളോഗ് എടുക്കാനാന്ന് പറഞ്ഞ് വന്നിട്ട് അവ ഇരുന്ന് സിനിമ കാണുന്നു. ഇവിടെ നമ്മൾ രണ്ടുപേരും ഇവിടെ മീൻ കിട്ടാതെ ശശി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് കടലുണ്ടെന്ന് തീരെ എണ്ണുന്നവൻ. ഒരു ഹായ് പറഞ്ഞേക്ക്. സോറി ഗൈസ്, മീൻ പിടിച്ച് ഗൈസ്. മൈദ കൊത്തിക്കൊണ്ട് പോയി ഗൈസ്. മീൻ പിടിക്കാൻ വന്നേക്കാണ്. മീൻ ഇട്ട് കൊടുക്കുന്ന ഇത് മാവ് കണ്ടാവൻ. പൊറോട്ട അടിക്കാനാണ് മീൻ. ഇതുകൊണ്ട് പൊറോട്ട അടിക്കാൻ മീൻ. കൊള്ളാം. എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്ത് ഉദ്ദേശം എന്താ? തെറ്റിപ്പോയാണ്. ഓക്കെ. മിക്കവാറും മീൻ കിട്ടാതെ നമ്മൾ ശശിയായിട്ട് പോകേണ്ടി വരും. ഇവിടെ കൊത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവ അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. മൈദ എടുത്തോണ്ട് പോകണ്ട നോക്ക്. മൈദ എടുത്തോണ്ട് പോയി ഗൈസ്. മൈദ നഷ്ടം. വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. മീനൊന്നും വരുന്ന പോലും ഇല്ല ഇങ്ങോട്ട്. ഈ ഏരിയയിലോട്ട് മീൻ വരുന്നില്ല. താങ്കൾ എന്താ പറയുന്നത്? ആക്രിക്കടയിൽ പോയി ചൂണ്ടയും വാങ്ങിച്ചോണ്ട് വന്നിട്ടേ മീൻ കയറുന്നില്ലെന്ന്. എടാ, മീൻ കയറാൻ വേണ്ടി അവൻ മൈദ ഇട്ട നീ കണ്ടാ? എടാ, മീൻ കയറണമെന്നുണ്ടെങ്കിൽ മൂർച്ച വേണ്ടാ. അത് ഇല്ല, കെട്ട് കമ്പി കണക്കത്തെ സാധനം കടയിൽ നിന്ന് നിന്നെ പറ്റിച്ച് വാങ്ങിച്ച് കൊണ്ട് വന്നിട്ടേ. എന്തുവാടാ ചോദിച്ചത് നീ പറയുന്നത്? മീൻ കിട്ടാതായപ്പോഴത്തേക്കന്മാർ ടങ്കൂസിൻ്റെയും കുറ്റം മൊത്തം ടങ്കൂസിൻ്റെ എൻ്റെ മേളോട്ട് ഇടാൻ നോക്കുക. ഇത് ശരിയല്ല കേസ്, ഇത് ശരിയല്ല. മീൻ കിട്ടാത്തത് ഇവന്മാരുടെ ഉഴപ്പാണ്. ഇവനൊക്കെ മൈദ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതലാണ്, ഇത്രയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേസ്. മീൻ ഇച്ചിരി മതി, എന്നാലല്ലേ കൊത്തത്തോളൂ. എന്നിട്ട് ഇവൻ ടങ്കൂസിൻ്റെ എൻ്റെയും പേരിൽ കുറ്റം എഴുതുന്ന കേസ്. ഇത് ശരിയല്ല. കണ്ടാ കൊത്തുണ്ട് കേസ്. പക്ഷെ പിടിച്ചു ഗായ്സ്, പിടിച്ചു. മീൻകാരൻ ഫൈനലി നമ്മൾ ഒരെണ്ണത്തിനെ പിടിച്ച് കേസ്. അങ്ങനെ ഉണ്ട്, കൊള്ളാല്ലേ. അവസാനം ഞങ്ങൾക്കൊരു മീൻ കിട്ടി കേസ്. കരിമീനാണ് കണ്ട. എൻ്റെ കയ്യിലിരിപ്പുണ്ടത്. അതവൻ കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മീൻ കിട്ടിയാൽ മതിയായിരുന്നു കേസ്. നമുക്ക് ഒരുപാട് മീൻ വേണമെന്നും ഇല്ലായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മീൻ മേടിച്ചാൽ മതിയായിരുന്നു. മീൻ പിടിച്ചാൽ മതിയായിരുന്നു. ഒരു മീനെങ്കിൽ ഒരു മീൻ പിടിക്കണമെന്നുള്ള ഒരു വാശിയിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഒരു മീൻ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മീൻ പിടിച്ച് ഇനി കുറച്ച് മീനും കൂടെ പിടിക്കാൻ നോക്കാം. കിട്ടുവാണെങ്കിൽ പിടിക്കാം, അതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഇവിടെ നിന്നിട്ടാണ് ഒരു മീൻ കിട്ടിയത്. ഇനി എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുകൊണ്ട് ഇനി കിട്ടുവാണെങ്കിൽ കാണിക്കാം. ഒരെണ്ണം കിട്ടിയെന്നും പറഞ്ഞ് വാശിക്ക് ഇനി 10 പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി പിടിച്ചിട്ടേ വീട്ടിലോട്ട് പോകത്തോളൂ എന്നാണ് പറയുന്നത് അല്ലേ? അതെ, പിടിച്ചിട്ടല്ലേ പോകത്തോളൂ. പിടിച്ചിട്ടേ പോകത്തോളൂ. വാശി കയറിയല്ലേ? 10 പിടിക്കും. 10 പിടിക്കും ഉറപ്പാണോ? ഇപ്പോൾ ഒരെണ്ണമായില്ല, ഇനി 9 അല്ലേ? ഓക്കെ. ഇത് ഒരുത്തെ ബബിൾക്കം ചൂണ്ടക്കകത്ത് കുത്തി ഇട്ടേക്കുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവനെയൊക്കെ എന്തോ വേണം. ബബിൾക്കം ആണ് കേസ്. ബബിൾക്കം ചൂണ്ടക്കകത്ത് മൈദയ്ക്ക് വരെ സെറ്റ് ചെയ്തിട്ടേക്കുന്നു മീൻ പിടിക്കുന്നതിനകത്ത്. ഇവന് എന്തോ വേണം? വൈ നോക്കി വെച്ചോ. കുരുക്കിയിട്ട് എൻ്റെ തന്നവൻ. ഇനി നീ ഇട്ടോളെ, നല്ല രീതിയിൽ കുരുക്കിയിട്ട് പറയണം, ഞാൻ ഇട്ടോളെ. ഇനിയിപ്പോൾ ഇനി കുരുക്കഴിച്ച് വരുമ്പോൾ തന്നെ വൈകുന്നേരം ആവും. ഒത്തുണ്ട്, പക്ഷേ മീനൊന്നും കൊടുക്കുന്നില്ല അങ്ങോട്ട്. മൈദയൊക്കെ കുത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഗേസ്. നമ്മൾ പോകാനായിട്ട് പോയായിരുന്നു, അപ്പോഴാണ് ഒരു മീനുകളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഗേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മൾ ഫിഷിങ്ങിന് പോയൊരു വീഡിയോ ആയിരുന്നു. എന്നാൽ 2 മീനെയൊക്കെ കിട്ടി. ലാസ്റ്റത്തെ മീൻ നമ്മൾ ഇറങ്ങാൻ നേരത്തായിരുന്നു കിട്ടിയത്. അപ്പം
ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ എന്ന് അറിയാം ഗൈസ്. ഉടനെ തന്നെ നല്ലൊരു കിടിലൻ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉടനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഗൈസ്, പ്ലീസ്. അതൊക്കെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.